It's my privilege to introduce the speaker of the day, Dr. K Shajahan, Assistant Professor from National Institute of Technology, Karnataka, Surathkal. Dr. Shajahan took his graduation in physics from University of Calicut and post-graduation in physics from IIT Madras, PhD in physics from Center for Condensed Matter Theory, Indian Institute of Science, Bangalore. His postdoctoral experiences are he was a visiting fellow at ISA Tirundaram during the year 2008 to 2009. He worked. Is it audible, sir? Okay. In the Department of Physiology, McGill University, Canada, during the year 2009 to 2012. And also at Max Planck Institute for Dynamics and Self-Organization, Germany, in the year 2015 to 2013 to 15. His area of interest include nonlinear dynamics, pattern formations in excitable media, cardiac arrhythmias, biophysics, etc. Dr. Shajahan has many significant projects and publications to his account. So, on behalf of APTKerala, I invite Dr. K Shajahan to deliver his talk. Thank you. Thank you very much. So, I hope I'm audible. Welcome. Okay. So, let me share my. Okay, share ചെയ്തിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുകയും സ്നേഹപുരസ്സരം അതിനെ നിർബന്ധിക്കുകയും ചെയ്ത APTയുടെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കാരണം ഹരികൃഷ്ണൻ ഇങ്ങനെ കാര്യം പറയുന്ന സമയത്ത് ChatGPTയെ കുറിച്ച് വളരെ ഇപ്പോഴും വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു ധാരണ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഡിസ്കഷനിൽ പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻറ് ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കേട്ടു. ഞാനും ChatGPTയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ഇത് കോപ്പി അടിക്കാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു, അസൈൻമെന്റുകൾ എഴുതാനും പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനും ഒക്കെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന ഒരു പരാതി വഴിയാണ് ChatGPTയെ കുറിച്ച് കേൾക്കുന്നത്. നമ്മൾ കഴിഞ്ഞ നവംബറിൽ ChatGPT വന്നെങ്കിലും പുതിയ തലമുറയാണ് ഓഫ്കോഴ്സ് അത് പിന്നെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഏതായാലും ഹരികൃഷ്ണൻ അതിനെക്കുറിച്ച് ഞാൻ അതിങ്ങനെ ഉപയോഗിക്കുകയും എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുക എന്നൊക്കെ കളിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഹരികൃഷ്ണൻ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുതുതായിട്ട് എനിക്കൊന്നും പറയാനുണ്ടാവില്ല എന്നൊരാശങ്ക ഞാൻ പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ ഏതായാലും നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് പുതുതായിട്ട് എന്തെങ്കിലും പറയാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ എല്ലാം ഒരു തമാശ പറയണമെങ്കിൽ പോലും പണ്ട് ഒരു റീഡേഴ്സ് ഡൈജസ്റ്റോ ഫലിത ബിന്ദുക്കളോ വായിച്ച് നമുക്കൊരു തമാശ പറയായിരുന്നു. ഇപ്പൊ ഒരു തമാശ പറയുകയാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് എപ്പോഴേ വൈറലായി കാണും. നമ്മളൊരു ടോക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാ ടോക്കുകളും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും പറയുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ വിചാരിച്ചത് അപ്പൊ എൻ്റെതായ ചില ആശങ്കകളും അനുഭവങ്ങളും നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നാണ് വിചാരിച്ചത്. ChatGPT ഓഫ് കോഴ്സ് എല്ലാ ദിവസവും ഇപ്പം ന്യൂസിലുണ്ട്, നല്ല ന്യൂസും ചീത്ത ന്യൂസും. വന്ന കാലം മുതൽ ദിവസവും ChatGPTയെ കുറിച്ചില്ലാതെ ഒരു വാർത്ത ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതിലാണ്. ഇന്നലെ കണ്ടു ഇത് പിന്നെ ഇതിന്റെ എക്സ്പെൻസീവ് ആയിരിക്കും വളരെ. ഇത്തരം ഈ AI റെവല്യൂഷൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് വലിയ എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ള വാർത്ത ഇന്നലെ വന്നു. ഇതിനിടയ്ക്ക് അത് പല സ്ഥലങ്ങളിൽ നിരോധിക്കുകയുണ്ടായി.
ഇതെന്താണിത് ഭാവിയിൽ മുന്നോട്ട് വെക്കുന്നതിനെ കുറിച്ചുള്ള വലിയ എക്സൈറ്റ്മെന്റ് ഒരു ഭാഗത്ത്, ഭയം വേറൊരു ഭാഗത്ത്. ലോകം ഇങ്ങനെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വേഗത്തിലുള്ള ഒരു മാറ്റം ഒരുപക്ഷെ സാധാരണക്കാരിലേക്ക് വരുന്നത് പിന്നെ ഇപ്പോഴായിരിക്കും. അത് വെച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് മാറ്റം കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മളിങ്ങനെ ദ്രുതഗതിയിലെ മാറ്റത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. 20 വർഷം മുമ്പ് റിസർച്ച് ചെയ്ത പോലെ അല്ല, എന്നിട്ട് ഈവൻ 5 വർഷം മുമ്പ് വാട്ട് വി ആർ ഡൂയിങ് 5 years ago അതല്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 10-12 വർഷം മുമ്പ് പിന്നെ ഞാൻ ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഉപകരണം വിൽക്കാൻ വന്നൊരു ഒരാളെ കണ്ടു. അയാളുടെ പേര് യഹിയ എന്നായിരുന്നു. അപ്പൊ അയാൾ മെഗിലെ ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അവിടെ 5 വർഷം PhD ചെയ്ത് കഴിഞ്ഞ ആളാണ്. 5 വർഷത്തിൽ അദ്ദേഹത്തിന്റെ PhD അദ്ദേഹം അയോൺ ചാനലിൽ നിന്നുള്ള ഓരോ സെല്ലുകളിലുള്ള അയോൺ ചാനലിൽ നിന്നുള്ള കറണ്ടിന്റെ മെഷർമെന്റ് ആണ് അദ്ദേഹത്തിന്റെ PhD തീസിസ്. അപ്പൊ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട, വളരെ സൂക്ഷ്മതയും കൃത്യതയും ആവശ്യമുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അദ്ദേഹം ചെയ്തത്. 5 വർഷം എടുത്തു ആ എക്സ്പെരിമെന്റ് തീർക്കാൻ. അത് കഴിഞ്ഞ് അക്കാഡമിയിലേക്ക് വരുന്നതിന് വരെ അദ്ദേഹം ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ കമ്പനിയിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ കമ്പനിയിൽ അദ്ദേഹം അവിടെ വന്നത് അദ്ദേഹം അവരുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഉപകരണം പരിചയപ്പെടുത്താനാണ്. ആ ഉപകരണം അദ്ദേഹം PhD ചെയ്ത അതേ വർക്ക്, അയൺ ചാനൽ മെഷർമെന്റ് സെല്ലിൻ്റെ അകത്തുള്ള അത് 384 എണ്ണം ഒറ്റയടിക്ക് ചെയ്യാവുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. പുള്ളി പറയുന്നത്, ഞാൻ ചെയ്ത PhD 384 PhD മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കും. അപ്പോൾ അത് 5-10 വർഷത്തിനിടയിലാണ് ആ മാറ്റം അദ്ദേഹം കാണുന്നത്. നമ്മളും പിന്നെ റിസർച്ച് ചെയ്യുന്ന രീതി, അതിന് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്ന രീതി, അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി, ഇതൊക്കെ കഴിഞ്ഞ 10-15-20 വർഷത്തിനുള്ളിൽ മാറിയിട്ടുണ്ട്. റിസർച്ച് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തൊക്കെയാണ് ലോകത്ത് നടക്കുന്നതെന്ന് അറിയണം. We have to read lots and lots of research papers. We should be aware of the important milestones in our area of research. And we have to write. While writing, we have to acknowledge properly. And then we have to keep repeating the same thing. പണ്ടത്തെയൊക്കെ വളരെ സ്റ്റാർ റിസർച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പേപ്പറുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം പണ്ട് IAS-ലായിരുന്നെങ്കിൽ ES രാജഗോപാൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റൂമിലേക്ക് പോകുമ്പോൾ ഓരോ ഫയലിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും പേപ്പർ. സോ ഇഫ് യു സ്റ്റാർട്ട് ഡിസ്കസിംഗ് വിത്ത് ഹിം സംതിങ്, ഹി വിൽ സേ ഓക്കെ, ഇൻ 1985 or 1975 ഒരു പേപ്പർ ഉണ്ടായിരുന്നു. സോ വിൽ ഗോ ആൻഡ് ഓപ്പൺ എ ഫോൾഡർ ആൻഡ് ഗിവ് യു ദാറ്റ് പേപ്പർ. പിന്നീട് അങ്ങനെ അത്തരം പേപ്പർ മാനേജ്മെന്റിന് മെന്റലെ, സോട്ടറോ, പേപ്പേഴ്സ് പോലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ വന്നു. നമ്മൾ നോട്ട് എടുക്കുന്നതിന് ആ നോട്ടുകൾ തമ്മിലുള്ള ലിങ്ക്, പിന്നെ ഐഡിയാസ് തമ്മിലുള്ള കണക്ഷൻസ് കണ്ടെത്തുന്ന ആപ്പുകൾ വന്നു. ഡെവൺതിങ്ക്, എവർ നോട്ട്. പിന്നെ ഓഫ് കോഴ്സ് റിസർച്ച് പേപ്പർ കണ്ടെത്താൻ നമ്മൾ പണ്ടൊക്കെ ലൈബ്രറിയിൽ പോയി പഴയ പിന്നെ ജേർണലുകളുടെ സെക്ഷനിൽ പോയി പേപ്പർ കളക്ട് ചെയ്തത് പലർക്കും ഓർമ്മ ഉണ്ടാവും. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ആരും ലൈബ്രറിയിലോട്ട് പോവാറേ ഇല്ല. എല്ലാ പേപ്പറുകളും ആക്സസിബിൾ ആണ്. എൻ്റെ PhD-ന്റെ സമയത്ത് പേപ്പർ എഴുതുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാനൊക്കെ എന്ത് എഴുതി കഴിഞ്ഞാലും എൻ്റെ ഗൈഡ് അതിൽ നിന്ന് ഞാൻ എവിടെല്ലാം ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ടോ അതൊക്കെ പുള്ളി തിരുത്തും. ഞാൻ ഇട്ടെടുക്കുന്ന പുള്ളി വെട്ടി മാറ്റും. ഞാൻ ഇടാത്തെടുത്ത് പുള്ളി ഇടും. അപ്പൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ടൊരു പേപ്പർ എഴുതുമ്പോൾ ഇത് ഞാൻ എങ്ങനെ ചെയ്യാൻ പോകണം. ഇപ്പൊ ഗ്രാമർലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ കറക്റ്റ് ചെയ്യും, അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യും, ഗ്രാമർ കറക്റ്റ് ചെയ്യും, അതിന്റെ സ്റ്റൈൽ ഓഫ് ഡെലിവറി കറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരുപാട് ടൂൾസ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന രീതി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ വളരെ വിപ്ലവകരമായിട്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ സെറ്റ് ഓഫ് ഇന്നോവേഷൻസിലെ നമ്മളിങ്ങനെ ചരിത്രത്തിൽ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരു 10-20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് പറയായിരുന്നു ഇതൊക്കെ സംഭവിച്ച സമയത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇന്നിപ്പോ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ
ഇതിപ്പം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ തലമുറയും അവരുടെ തലമുറയെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരനുഭവിച്ച മാറ്റങ്ങളെ നിസ്സാരമാക്കുന്ന തരത്തിലുള്ള ഭീകരമായ മാറ്റങ്ങൾക്ക് എല്ലാ തലമുറയും ഇനി സാക്ഷ്യം വഹിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ ഒരു തോന്നൽ മാത്രമല്ല, ഒരു സൈദ്ധാന്തിക നമ്മുടെ തിയററ്റിക്കൽ ഫിസിസിസ്റ്റും ഫിലോസഫറും ആയിട്ടുള്ള ഡേവിഡ് ഡോയിഷ്, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് ബിഗിനിങ് ഓഫ് ഇൻഫിനിറ്റി എന്നാണ്. മനുഷ്യൻ അവന്റെ വിജ്ഞാന വിസ്ഫോടനത്തിന്റെ തുടക്കത്തിലാണ് എന്നാണ് അദ്ദേഹം അതിലൂടെ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ എവറി ഡേ we will see new and different and dramatic changes. How we live, how we access information, how we process information, how we present information in all areas. So അതിലേക്കുള്ള ഒരു പുതിയ ടൂൾ സെറ്റാണ് ChatGPT. ChatGPTയെ കുറിച്ച് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാണ് ChatGPTയുടെ ഇന്റർഫേസ്. ഇതിപ്പോ നിങ്ങളൊരു ലോഗിൻ ചെയ്യണം. എൻ്റെ ChatGPTയുടെ ഇന്റർഫേസ് ആണ് ഇവിടെ. ഇവിടെ it's a chat bot. I can talk to it, and it's an amazing machine. I'll show you several examples. അതിന് മുമ്പ് ഞാൻ ഈ വിൻഡോ ഒന്ന് പരിചയപ്പെടുത്താം. ഈ സെൻഡ് മെസ്സേജ് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ അതിനോട് സംസാരിച്ചു തുടങ്ങുക. അവിടെ തന്നെ എക്സാമ്പിൾസ് പലതും കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻ സിമ്പിൾ ടേംസ്, അതല്ലെങ്കിൽ പിന്നെ how do I make HTTP request in JavaScript, അല്ലെ എങ്ങനെയാണ് how will I make rice or സാമ്പാർ. എൻ്റെ ഒരു കൊളീഗ് ഇവിടെ ചോദിച്ചത് അതിനോട് how will I make സാമ്പാർ. അപ്പം നമ്മളൊരിക്കൽ സെർച്ച് ചെയ്ത് തന്നെ ആ സെർച്ചിന്റെ ഹിസ്റ്ററി ഇവിടെ കാണാം. സോ whenever you start a new chat, അതിനൊരു സബ്ജക്റ്റ് അത് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഹിയർ നേച്ചർ ഓഫ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ പിന്നെ ടീച്ചിങ് വിത്ത് ChatGPT. ഇതിൻ്റെ അകത്ത് ഞാൻ ടീച്ചിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ എല്ലാ ചാറ്റും അതിനകത്താണ്. സോ ഇഫ് യു ആർ യൂസിങ് ChatGPT, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓരോ ടോപ്പിക്കും ഒരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പം ഒരു പുതിയ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ദാറ്റ് യു ക്യാൻ ആക്സസ് ഇറ്റ് ലേറ്റർ. ഇതാണ് ChatGPT ഇന്റർഫേസ്. Now, what can I do with it? ChatGPT റിസർച്ചിലും ടീച്ചിങ്ങിലും എന്ന് പറഞ്ഞാൽ ഇതിന് ചെയ്യാൻ പറ്റാത്തതായിട്ട് വളരെ ഒന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. ഇതിന് സിലബസ് ഉണ്ടാക്കാൻ പറ്റും. ഒരിക്കൽ ഞാൻ ചോദിച്ചു ഇതിനോട്, പിന്നെ നീ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു കോഴ്സ് പഠിപ്പിക്കണം, അല്ലെങ്കിൽ 4 year അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പഠിപ്പിക്കണം. വാട്ട് ഷുഡ് ബി എ ഗുഡ് അണ്ടർ ഗ്രാജുവേറ്റ് കരിക്കുലം ഫോർ ഫിസിക്സ്? ChatGPTയോട് ചോദിക്കാം. അതിന് ഇറ്റ് ക്യാൻ പ്രിപ്പയർ സിലബസ്, can prepare course plan and even lesson plan. Lesson plan prepare ചെയ്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ that will give you a detailed list. First 5 minutes introduce the topic, next 5 minutes what to do, next 10 minutes what to do. So it can do that, right? It can formulate emails and replies, right? You can tell that I want to write to my boss that I want to leave for this many days, so please format an email. It will format an email. You say that my CV is this, please, or my achievements are these, please help me write a biography. You can ask it to explain quantum computing for a 5-year-old boy, so it will try to do that. If you want to write a grant application, you can start brainstorming. So it's basically a brainstorming companion. It can chat, it's intelligent, it's smart, and it has lot of information with it. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. It can translate a variety of language. Once you write something, it can fix your grammar. So I'll show you some examples. So ഇതാണ് പിന്നെ ഞാൻ ഒരിക്കൽ ചോദിച്ചത്, make a lesson plan for teaching quantum mechanics for master student in physics. So it started saying, it will always say very pleasantly, certainly. Okay, here is an example of a lesson plan for teaching quantum mechanics to master students in physics. എന്ന് പറഞ്ഞിട്ട് ലെസൺ പ്ലാൻ തരുന്നു. ലെസൺ പ്ലാൻ ജസ്റ്റ് 3 information ഞാൻ കൊടുത്തിട്ടുള്ളൂ.
ഈ ലെസൺ പ്ലാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇറ്റ്സ് ഓവർവ്യൂ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, വേവ് പാർട്ടിക്കൽ ഡുവാലിറ്റി, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ക്വാണ്ടം സൂപ്പർപോസിഷൻ, മെഷർമെന്റ്. അതിന്റെ താഴോട്ട് ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറുതാക്കി ഇരിക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് പിന്നെ ആംഗുലർ മൊമെന്റം ആൻഡ് സ്പിൻ, വൺ ഡയമെൻഷണൽ ക്വാണ്ടം സിസ്റ്റംസ്, ടൈം എവല്യൂഷൻ ഇൻ ക്വാണ്ടം ഡൈനാമിക്സ്, പിന്നെ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഫിസിക്സിന് എന്തൊക്കെയാണോ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ. നല്ല ഒന്നാമതൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കി തന്നു ഈ വേവ് പാർട്ടിക്കൽ ഡുവാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ വേറെ ഒരിക്കലും ഞാൻ ചോദിച്ചു, പിന്നെ ഞാനതിനോട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ചില ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ച് ഐ ആസ്ക്ഡ് ടു ഗിവ് എ ലിസ്റ്റ് ഓഫ് റെഫറൻസസ്. അപ്പം അത് ഒരുപാട് റെഫറൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു റെഫറൻസ് ഫെയ്ൻമാൻ ലെക്ചേഴ്സ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഹൗ ഗുഡ് ഈസ് ഫെയ്ൻമാൻ ലെക്ചേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്? ആ ബുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. സോ അപ്പൊ അതിന്റെ 3 പാരഗ്രാഫ് ആയിട്ടാണ് അതിന്റെ മറുപടി. ആദ്യം റിച്ചാർഡ് ഫെയ്ൻമാന്റെ ലെക്ചേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആർ വൈഡ്ലി കൺസിഡർഡ്. അതിനെക്കുറിച്ചൊരു ഇൻട്രഡക്ഷൻ. ഫെയ്ൻമാൻ നല്ലൊരു പിന്നെ ടീച്ചറായിരുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആ ബുക്കിനെ കുറിച്ച് ഒരു ഓവറോൾ സമ്മറി രണ്ടാമത്തെ പാരഗ്രാഫിൽ. മൂന്നാമത്തിൽ അതിന്റെ വേർഡിക്റ്റ്, അതിന്റെ ജഡ്ജ്മെന്റ്. ഹൈലി റെക്കമെൻഡഡ് ഫോർ എനിവൺ ലുക്കിംഗ് ടു ലേൺ അബൌട്ട് ദിസ് സബ്ജക്ട്. ആകെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ ആ പേരിൽ അങ്ങനെ ഒരു ബുക്കില്ല എന്നാണ്. വേറെ ഫെയ്ൻമാന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് സെറ്റ് ഓഫ് ലെക്ചേഴ്സ് ഉള്ള പുസ്തകമുണ്ട്. ബട്ട് ഫെയ്ൻമാൻ ലെക്ചേഴ്സ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമില്ല. അത്തരം തമാശകൾ സംഭവിക്കാം. ഉദാഹരണത്തിന് ഞാൻ വേറെ ഒരിക്കൽ when I was preparing something, so you can ask it, you are preparing some talk or a research paper. You can ask, what is the most recent work in this area of active matter using BZ reaction? അപ്പോൾ അതിനെക്കുറിച്ച് അതിനറിയാവുന്ന കാര്യങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ വന്നു. അതിന് 3 റെഫറൻസ് വന്നു. ഓക്കെ, ആ 3 റെഫറൻസിൽ പിന്നെ അതിനെക്കുറിച്ചൊരു സമ്മറി തന്നു. ഇതിന്റെ തമാശ എന്ന് പറഞ്ഞാൽ ഈ 3 റെഫറൻസ് ആക്യുറേറ്റ് ആവണമെന്നില്ല. ഈ പേരുകൾ വളരെ എമർജന്റ് ഡൈനാമിക്സ് ഓഫ് മിനിമൽ ആക്റ്റീവ് സിസ്റ്റം, ആ പേര് മേക്ക് സെൻസ്. PF ഡെമാൻഡ്സ് ഈ ഓതറുടെ പേരും മേക്ക് സെൻസ്. സംടൈംസ് ഇറ്റ് ഗിവ്സ് ജേർണൽസ് നെയിം. അതും ചിലപ്പം അങ്ങനെ ജേർണൽ ഉണ്ടാവും. ബട്ട് ഇഫ് യു ഗോ ടു ദാറ്റ് ജേർണൽ ആൻഡ് സെർച്ച് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേപ്പർ, ഇറ്റ് മേ നോട്ട് ബി ദർ. ഓക്കെ സർ, സോ ഇറ്റ്സ് എ വണ്ടർഫുൾ മെഷീൻ. ബട്ട് ഇറ്റ്സ് എൻ്റെ ഒരു സുഹൃത്ത് അതിനെക്കുറിച്ച് തമാശയായിട്ട് പറഞ്ഞത്, they make it more human like. അപ്പോൾ അത് it behaves more human like. It can lie, it can make up things. അപ്പം അത്തരം pitfalls ഉണ്ട് ഇതിന്. പക്ഷേ യു ക്യാൻ എനിക്ക് ഈ കേസിൽ ഒന്നുകൂടി ചെയ്യായിരുന്നു. ഈ അടുത്ത് ഞാൻ വേറൊരാളുടെ ചാറ്റ് കണ്ടത്, അയാളെന്തോ ചോദിക്കായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് അത് ഒരു മറുപടി പറയും. ഇത് ഒരു സാധനം എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. അപ്പൊ ഇത് 2 മാസമായി എന്ന് പറയും. അപ്പൊ അയാൾ തിരിച്ചതിനെ ഫാക്ട് ചെക്ക് ചെയ്യും. കൃത്യമായിട്ട് 2 മാസം എന്ന് പറയുന്നത് ശരിയാണോ? അപ്പം ഈ ChatGPT ഒന്ന് ആലോചിക്കും. എന്നിട്ട് പറയും, യു ആർ റൈറ്റ്, ഇറ്റ്സ് നോട്ട് എക്സാക്ട്. when I do a second check on it, it's not exactly 2 months, it's something else. So it's like exactly like a person who's very informative, but who can sometimes make mistakes, sometimes make up things, right? So it can be useful, but we have to use our judgment. ഞാനിത് ഉദാഹരണത്തിന് ChatGPT ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. I asked, this is a quote from Hamlet, Shakespeare, what a piece of work is man എന്നുള്ള പിന്നെ പ്രിൻസ് ഹാംലെറ്റിന്റെ മനോഗതം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു മലയാളത്തിലേക്ക്. It did some translation. I'm not very, it's not very good translation, but it tried. Okay, what a piece of work is man എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യൻ അമർത്തുന്ന ഒരു മാധുര്യം. How noble in reason, പ്രജ്ഞയുടെ പൂർണ്ണത, വിചാരങ്ങളുടെ മഹത്വം. എന്നിങ്ങനെ. So you can read it. You can see how it is. Right? What a piece of work is man. How noble in reason. How infinite in ability. In form and moving, how express and admirable. In action, how like an angel. In apprehension, how like God. The beauty of world, the paragon of animals. വളരെ ഫേമസ് ആയിട്ടുള്ള വരികളാണ്. പക്ഷെ അത് ChatGPT മലയാളത്തിൽ ഇതിന് നല്ല ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. I was just checking.
മനുഷ്യൻ അമർത്തുന്ന ഒരു മാധുര്യം, പ്രജ്ഞയുടെ പൂർണ്ണത, വിചാരങ്ങളുടെ മഹത്വം, ശരീരത്തിന്റെ സൗന്ദര്യം, നഖമുറിഞ്ഞ കിന്തുമ്പുകൾ, ഐ ഡോണ്ട് നോ വാട്ട് കിന്തുമ്പുകൾ മീൻസ്, അഭിനയത്തിലും പ്രവർത്തനത്തിലും പ്രാണങ്ങൾക്ക് സമാനം, ദൈവത്തിന്റെ പ്രതിമയെ പോലും പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യനെ ഞാൻ സ്തുതിക്കുന്നു. പ്രകൃതിയുടെ സൗന്ദര്യം, ജീവികളുടെ ശ്രേഷ്ഠതയും മനുഷ്യരിൽ മാത്രമേ കാണാൻ കഴിയുന്നു. So it got the meaning properly. It got some rhythm also, but it can be improved. ഇപ്പൊ ഹിന്ദുവിൽ കഴിഞ്ഞ കണ്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു ചില നോൺ പോയറ്റ്സിന്റെ, മീന കന്ദസ്വാമിയുടെ പോയത്തിന്റെ സ്റ്റൈലില് ChatGPT-യോട് കവിത എഴുതാൻ പറഞ്ഞു. അപ്പം കവിത അത് എഴുതി. മീന കന്ദസ്വാമി പറഞ്ഞു, ദിസ് ഈസ് ദ കണ്ടന്റ് ഈസ് okay, this is what I will write. So it got the content of Meena Kandaswami's poetry, but this is not how probably I will write it. So she didn't exactly get the style. So it's very new, it's young, but it's amazing. But it can make mistake. ഇങ്ങോട്ട് ഈ ChatGPT-ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ടോക്കിന് വേണ്ടിയിട്ട് ഞാനൊരു അബ്സ്ട്രാക്ട് ഉണ്ടാക്കി അയക്കാൻ പറഞ്ഞു ഹരികൃഷ്ണൻ. അപ്പൊ ഞാനൊരു അബ്സ്ട്രാക്ട് ഉണ്ടാക്കി. സോ എന്റെ അബ്സ്ട്രാക്ട് ഇതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ChatGPT is the new wonder tool that has come to the arsenal of the knowledge worker. അത് ഇത് ചേഞ്ച് ചെയ്തിരിക്കുന്നു. ChatGPT is a remarkable new tool that has joined the arsenal of knowledge workers. So it has improved word structure a little bit. People are not yet decided whether this will be a messiah or next Frankenstein. So maybe that's too cliche now. Frankenstein കുറിച്ച് പറയുന്നത്. So ChatGPT has reworded it. People are currently debating whether it will be a savior or a potential threat. After the initial applause and wonder, now questions are being raised about its moral standards, racial bias, and even intelligence. ആ സെന്റൻസ് അത് മാറ്റിയിരിക്കുന്നു. Despite the initial applause and astonishment, concerns have emerged regarding the ethical standards, potential racial biases, and even its overall intelligence. Okay, I like my sentence better. ChatGPT has made it a little bit formal. അപ്പം പിന്നെ നമ്മുടെ സ്റ്റൈൽ ഇത് മാറ്റി. സോ but it gave me grammatically correct, more formal, better worded, but it has taken something out of it, which I basically I like my version a little better. But I send the ChatGPT version to Hari because there was no time. Okay, so ഇതൊക്കെയാണ് ChatGPT-ക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ChatGPT-യെ കുറിച്ച് അപ്പം നമ്മളത് യൂസ് ചെയ്യുമ്പം അതിനെ ഈ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഇതിന് പറയാം പ്രോംപ്റ്റിംഗ് എന്നാണ്. പ്രോംപ്റ്റിംഗ് ആൻഡ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എങ്ങനെ അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. സോ ഇൻഫർമേഷൻ നീഡ് നോട്ട് ബി കറക്റ്റ് സംടൈം. യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ brainstorming or conversation companion. Okay, so it can make mistakes now and then, but you have to keep probing it. So വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് അതിന്റെ റെസ്പോൺസ് വരിക. So if you give clear and precise input, its responses are better. And if you don't like the response, you can ask it to reword it. It will regenerate the response. Okay, and we can ask it to explain something. For example, you can ask it to explain how do you explain laws of thermodynamics to a layman, or how do you explain this to an undergraduate. Its wording will be very different. You can ask it to explain for a 5-year-old boy. For some people, you can assume you're a renowned philosopher. Okay, as a philosopher, what do you think? So and so. What do you think about the future of humanity as a philosopher? Okay. ChatGPT philosopher എങ്ങനെയാണോ അതിനെക്കുറിച്ച് സംസാരിക്കുക അതേപോലെ നമ്മളോട് പിന്നെ സംസാരിച്ചു തുടങ്ങും. വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈച്ച് കോൺവെർസേഷൻ അതിൻ്റെ അകത്ത് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അതിന് ഓർമ്മ ഉണ്ടാവും. സോ യു കൻ കണ്ടിന്യൂ ദാറ്റ് കൺവെർസേഷൻ. യു കൻ സ്റ്റാർട്ട് ഫ്രം വെർ യു സ്റ്റോപ്പ് ആൻഡ് സോ. അപ്പം ഇതൊരു ഇതിന്റെ പൊട്ടൻഷ്യൽ വളരെ ഭയങ്കരമാണ്. അപ്പോൾ നമ്മളിപ്പോ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റുഡൻസിനോട് എസ്സേ എഴുതാൻ പറഞ്ഞാൽ they don't
they often, you can just go to ChatGPT and ask it to write an essay. It will write an essay. You can ask it to write in 500 words, 50 words, or one paragraph, 1 page, 5 pages, or write it as a book. It will do that. Can do that. And the most interesting thing is that, you own that content. The ChatGPT in the window the content ownership it's not copyrighted. Google copy somebody owns that copyright. Here in ChatGPT, if you generate something, you own it. You can use it the way you want. So what does it imply for our education and for our students? എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് എനിക്ക് ഇതേക്കുറിച്ച് മുമ്പേ ആളുകൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഉദാഹരണത്തിന് ഗാരി കാസ്പറോവ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഈ വിഷയങ്ങൾ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പം ഡീപ് ബ്ലൂ എന്ന കമ്പ്യൂട്ടറായിട്ട് കാസ്പറോവ് കളിക്കുകയും 1996 ഒരു 6 ഗെയിം ടൂർണമെന്റിൽ കാസ്പറോവിനെ ഡീപ് ബ്ലൂ കമ്പ്യൂട്ടർ തോൽപ്പിച്ചു. അന്നതൊരു വലിയ വാർത്തയായിരുന്നു, പലർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പം ആദ്യമായിട്ട് മെഷീൻ മനുഷ്യനെ തോൽപ്പിക്കുന്നു, ദ ബെസ്റ്റ് ചെസ് പ്ലെയറെ തോൽപ്പിക്കുന്നു. അപ്പം അതിനുശേഷം ഒരുപാട് ഗെയിമുകളിൽ കമ്പ്യൂട്ടർ ചെസ്സിനേക്കാൾ, ചെസ് അന്നത്തെ കാലത്ത് ഒരു ഇന്റലിജന്റ് ഗെയിം, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് എന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ചെസ് ഒരു കമ്പ്യൂട്ടറിന് കളിച്ച് മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റും. അതിന് ശേഷം അതിലും ബുദ്ധിമുട്ടായ, അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഗെയിമുകൾ, ഈവൻ ഒരു ചൈനീസ് ഗെയിം ഉണ്ട് ഗോ എന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞ് ജിയോപാർഡി എന്ന് പറഞ്ഞൊരു അമേരിക്കൻ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. I think it's a very, very difficult quiz competition in the sense that if you watch it, അവരിങ്ങനെ ഒരു ക്ലൂ തരിക ചെയ്യാം. They'll give, say for example, ഒരു പെൺകുട്ടി നടന്നു പോകുമ്പം അല്ലെങ്കിൽ ഒരു പോർട്ട് ഹോളിൻ്റെ അകത്തേക്ക് വീണു. So they'll describe something like that. And then you're supposed to say, who is Alice in Wonderland? So you have to make that connection, right? അപ്പം അവരിങ്ങനത്തെ ഒരുപാട് ഹിസ്റ്ററിന്ന് അല്ലെങ്കിൽ പൊളിറ്റിക്സ് നിന്ന് അല്ലെങ്കിൽ പോപ്പുലർ കൾച്ചറിന്ന് അല്ലെങ്കിൽ കറണ്ട് ഇവന്റ്സ് എന്തെങ്കിലും ഒരു ഇവന്റ്സോ ഒരു സംഭവമോ വിശദീകരിക്കും. Then you have to make a question for it. This is Jeopardy. അതൊരു ക്വൈൻറ്റസെൻഷ്യൽ ഒരു ഹ്യൂമൻ ഗെയിമാണ് എന്ന് പറയാവുന്ന ഒരു ഗെയിമാണ്. ഈവൻ ജിയോപാർഡി കളിച്ച് കമ്പ്യൂട്ടർ ജിയോപാർഡി എക്സ്പേർട്ടുകളെ തോൽപ്പിച്ചു. കളി ജയിച്ച സമയത്ത് കാസ്പറോവ് വാസ് വെരി അപ്സെറ്റ്. അതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞത്, ആളുകൾ പറഞ്ഞു ഇറ്റ്സ് എ മെഷീൻ ബീറ്റ് മാൻ. അപ്പോൾ കാസ്പറോവ് ആദ്യം പറഞ്ഞത്, നോ, ഇറ്റ്സ് നോട്ട് എ മെഷീൻ ബീറ്റ് മാൻ, ഇറ്റ്സ് വൺ മാൻ അഗെയിൻസ്റ്റ് മനി. So what he meant is that lots of technicians were developing this machine. Lots of technicians were constantly controlling this machine, manipulating as he was playing it. പറഞ്ഞത് വൺ മാൻ അഗെയിൻസ്റ്റ് മനി എന്നുള്ളൊരു ഇതാണ്. അത് പക്ഷെ പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കുകയും എഴുതുകയും ചെയ്തു. എന്താണ് വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ്. പിന്നീട് അദ്ദേഹം ഗെയിമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ കുഡ് ഫീൽ, ഐ കുഡ് ഈവൻ സ്മെൽ എ ന്യൂ കൈൻഡ് ഓഫ് ഇന്റലിജൻസ് അക്രോസ് ദ ടേബിൾ, ദ കമ്പ്യൂട്ടർ. അതിനുശേഷം കാസ്പറോവ് പറയുന്നത്, computers have changed how humans play chess since. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസ്പറോവ് ഒക്കെ കമ്പ്യൂട്ടറിൽ ചെസ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് he was in the USSR, the Moscow School of Chess-ൽ അവരിങ്ങനെ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരും. And they are asked to, there's a huge library, മോസ്കോ സ്കൂളിന് വലിയ ലൈബ്രറി ഉണ്ട്. അവിടെ ഈ എല്ലാതരം ചെസ് ഗെയിമുകൾ, അതിന്റെ പല ഗ്രാൻഡ് മാസ്റ്റേഴ്സും പല പ്രോമിനന്റ് ചെസ് പ്ലേയേഴ്സ് എങ്ങനെയാണ് ചെസ് കളിച്ചത്, വാട്ട്സ് ദിയർ ഓപ്പണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ചെസ്. അപ്പം അതൊക്കെ ഇവരെ പഠിപ്പിക്കും. അപ്പം they don't see ഇൻഡിവിജ്വൽ ഇതെല്ലാം കാണുന്നത്, പോണിനെയോ നൈറ്റിനെയോ അല്ല. they see patterns, and once they know ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ they'll know that this is this particular move.
So up to some point they can mechanically go. This is how they are trained. പിന്നെ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ കാസ്പറോവ് പറഞ്ഞു പവർഫുൾ കമ്പ്യൂട്ടേഴ്സിന് ഈ ലൈബ്രറി മൊത്തം ഉണ്ട്. ആൻഡ് പവർഫുൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഈവൻ എ മൊബൈൽ ഫോൺ now can have chess programs that can play very good chess, and this is accessible to many kids all over the world, not just for an elite set of students who are in that particular school. എന്ത് സംഭവിച്ചു? അവിടെ ചെസ് അപ്പാട് മാറി എന്നാണ് കാസ്പറോവ് പറഞ്ഞത്. People have improved tremendously. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ദ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ഏജ് കുറയുകയും അവരുടെ എണ്ണം വളരെയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. 1958 പിന്നെ ബോബി ഫിഷർ ഗ്രാൻഡ് മാസ്റ്റർ ആകുമ്പോൾ ബോബി ഫിഷർക്ക് 14 വയസ്സായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് റെക്കോർഡ് അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ഏതാണ്ട് 30 വർഷത്തോളം എടുത്തു. 1991 ഒരു ലേഡി, ഒരു പെൺകുട്ടി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. സോ ഇറ്റ് ടുക്ക് 30 years. ഇത് 91 കഴിഞ്ഞ് 2023 ആകുമ്പോഴേക്ക് ആ റെക്കോർഡ്, ആ പെൺകുട്ടിയുടെ റെക്കോർഡ് വിത്തിൻ ഫ്യൂ മന്ത്സ് ആ റെക്കോർഡ് ബ്രേക്ക് ആയിപ്പെട്ടു. ഇപ്പം ഈ ഏറ്റവും യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്ററും 12 വയസ്സങ്ങാണ്. ആ ഏജ് കുറഞ്ഞു എന്നല്ല ഞാൻ പറയാം. അബൌട്ട് 33 വെരി ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ബിലോ 14. അപ്പം ഇത് കാണിക്കുന്നത് ഹൗ വി പ്ലേ ചെസ് ഹാസ് ചേഞ്ച്ഡ് ആഫ്റ്റർ കമ്പ്യൂട്ടേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ചെസ്. സോ നമ്മുടെ കോഗ്നിറ്റീവ് അബിലിറ്റീസിനെ അത് ഹെൽപ്പ് ചെയ്തു എന്നാണ് കാസ്പറോവിന്റെ ഒരു വാദം. കാസ്പറോവ് പറയുന്നത് you have to collaborate with it. He advocated collaborative chess. So humans who can use computers judiciously. അപ്പോൾ അതിന് 2005 അവരൊരു ടൂർണമെന്റ് നടത്തി. സോ ആ ടൂർണമെന്റിൽ യു ക്യാൻ മേക്ക് എനി നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് യു, യു ക്യാൻ ആഡ് എനി നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് യു. ആ ടൂർണമെന്റിൽ ഒരുപാട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അടങ്ങിയ ടീമുകൾ ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് വോൺ ബൈ two relatively amateur chess players, but who are very good using computers along with the. So കളിക്കുന്ന സമയത്ത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. So grandmasters team they have experience and intuition. So these people do not have intuition or experience, but they can always check with the computer. There's a time limit, of course, 60-minute time limit. But within that time, they can check with the computer. So when humans collaborated with the computer, right, they could beat even the grandmasters. So in technology, collaborate in the samayathu, it becomes very powerful. ഇതാണ് അദ്ദേഹം കാസ്പറോവ് ഒരു ഇത്. So what we lack here is, it cannot be very creative or original, at least in the sense of human creativity and human originality, right? It can, ChatGPT, it can, it is trained on certain set of data which is freely available over the internet. ആ ഡാറ്റയിൽ നിന്ന് പിന്നെ ഐഡിയാസ് കളക്ട് ചെയ്യും. ആ ഐഡിയാസ് തമ്മിൽ ഇന്റർ കണക്ഷൻസും ഒക്കെ അത് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് യു കനോട്ട് കം അപ്പ് വിത്ത് സംതിങ് വെരി ന്യൂ ഓർ വെരി ഡിഫറെന്റ്. ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്, ഇപ്പൊ ഗലീലിയോയുടെ കാലത്തായിരുന്നെങ്കിൽ, when Galileo came up with this solar-centric universe, ChatGPT would have believed in the Earth-centric universe because that was the prominent idea at that time. ഇതാണ് ChatGPTയുടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് ബിഹേവ്സ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഓൺ വിച്ച് ഇറ്റ് ഇസ് ട്രെയിൻഡ്. അപ്പം പിന്നെ ആ ലിമിറ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് what humans can do better, humans should do better. What this system can do, this tremendous amount of power or tremendous amount of computational power, if you can capitalize on that, that will be great. അതേക്കുറിച്ച് പറയുമ്പം നമ്മുടെ ടീച്ചിങ്ങിലും റിസർച്ചിലും ഈ കോഗ്നിറ്റീവ് അബിലിറ്റീസ് നമ്മൾ കുറെയൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇറ്റ്സ് ആൾവൈസ് ഹെൽപ്ഫുൾ. പിന്നെ ഫിസിക്സിലെ പ്രോഗ്രസ് തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു കഥയാണ് ആലോചിക്കുന്നത്. നമ്മൾ മെന്റൽ പവർ കൊണ്ട് മാത്രമല്ല ഫിസിക്സ് ചെയ്യുന്നത് പലപ്പോഴും. ഈവൻ ന്യൂട്ടൺ വന്ന സമയത്ത് ന്യൂട്ടനെ അദ്ദേഹത്തിന്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു സ്വത്ത് എന്ന് പറഞ്ഞ നോട്ട്ബുക്ക് ആയിരുന്നു. സോ
So Newton used that notebook to externalize his mental activities to some extent, right? You cannot keep everything in your mind or brain. And he started writing things. And this has helped him to form his ideas and evolve his ideas with paper. ഒരുപാട് പേര് പിന്നെയും അപ്പം ഫെയ്ൻമാന്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ഫെയ്ൻമാന്റെ കാൽക്കുലേഷന്റെ നോട്ട്ബുക്സ് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഒരു സീനിയർ സയന്റിസ്റ്റ് ഓപ്പൻ ഹേമറോ മറ്റോ ചോദിക്കുന്നു, ഓ സോ ദിസ് ഈസ് എ റെക്കോർഡ് ഓഫ് യുവർ തോട്ട്സ്. ഫെയ്ൻമാൻ പറയുന്നു, നോ ഇറ്റ്സ് നോട്ട് എ റെക്കോർഡ് ഓഫ് മൈ തോട്ട്, ഇറ്റ് ഈസ് മൈ തോട്ട്. അപ്പൊ അയാൾ പറയും, അല്ല ഞാൻ ഉദ്ദേശിച്ചത് യു തിങ്ക് ആൻഡ് ദെൻ യു റൈറ്റ് എന്ന്. ഫെയ്ൻമാൻ പറയും, അങ്ങനെയല്ല, ഐ ആം തിങ്കിങ് ഓൺ പേപ്പർ. I think as I write and I write as I think. So his thinking is happening with brain and with paper. അപ്പൊ അങ്ങനെ ഒരു എക്സ്റ്റേണലൈസേഷൻ വന്നോട് കൂടിയിട്ട് the abstract thoughts you can hold and develop has become enormous compared to before paper and pen. അത് തന്നെയാണ് പിന്നെ പുതിയ ടൂൾസ് വരുമ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ റിസർച്ച് പേപ്പേഴ്സ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ പുതിയ നോളജ് മാനേജ്മെന്റ് ടൂൾസ് വന്നപ്പം, അതല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ the number of research papers have increased, the quality of research papers have increased, the depth of research papers have increased. So this പക്ഷെ അതിൽ ആകൊരു പിന്നെ എനിക്കതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്നത്, you have to use it judiciously. The human brain has not evolved like ChatGPT, and it works best in a slow mode. Whatever you can get from ChatGPT, you should get, but you should not be distracted by it. പുതിയ ഡിജിറ്റൽ ടൂൾസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is designed to distract and designed to trap people in it. അപ്പൊ ആ ഒരു പിന്നെ ഡ്രോബാക്കിനെ നമുക്ക് മറികടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി അതിങ്ങനെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയും നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുന്ന തരത്തിൽ അത് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ it will not help in deep thinking. But if you can use it, harness its power, but keep your time separately, thinking time separately, then it's a powerful tool. So what we should be doing in education and research is to encourage students to engage with it in a judicious manner. Okay, so they should not be depending too much on it. If they depend too much on it, they'll not be able to even follow it up, right? They'll not be able to understand what is being written. അപ്പം അങ്ങനെ ഒരു കൺവെർസേഷണൽ പാർട്ട്ണർ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് പാർട്ട്ണർ ആയിട്ട് എനോമസ് പൊട്ടൻഷ്യൽ അതിനുണ്ട്. ബട്ട് അഗെയിൻ ദർ ഈസ് ആൾസോ എ ഡൗൺ സൈഡ് വേർ you can use it to outsource all your menial and intellectual work, and then you will not be able to do it on your own. ഉദാഹരണത്തിന് പണ്ടൊക്കെ നമ്മളൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആളുകൾ 10 സാധനം വാങ്ങിയാൽ പെട്ടെന്ന് കണക്കൂട്ടി കയ്യിൽ തരും, ഇത്ര രൂപയായി. ഇന്നിപ്പോ പോയി കഴിഞ്ഞാൽ 100 റുപ്യന്റെ സാധനം വാങ്ങി 50 റുപ്യന്റെ സാധനം വാങ്ങി 100ഉം 50ഉം 150 ഉള്ളൂ, അത് പറയാനേ ഉള്ളൂ. ബട്ട് ദേ നീഡ് കാൽക്കുലേറ്റർ. അപ്പൊ അങ്ങനെ ഒരു ഡേഞ്ചർ. സോ the cognitive abilities which you don't use often tend to be sidelined. അങ്ങനെ ഒരു ഡൗൺ സൈഡ് ഇതിനുണ്ട്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടടുത്ത് അതിന് ഉപയോഗിക്കുകയും വേണ്ടാത്തടുത്ത് അതിന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലൊരു ഡിസിപ്ലിൻ ആണ് ഈ പുതിയ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റുഡൻസിലും ഒക്കെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. I'll end by a small quote which I have come across. ഈ പുസ്തകങ്ങൾ ഒരുപാട് വന്നപ്പം നമ്മൾ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടേ. ഇപ്പൊ ഞാൻ കണ്ട ഒരു രസമുള്ള ഒരു അഡ്വൈസ്, I forgot from where I found it. The wise reads only what he wants to retain, retains only what is useful, manages his brain prudently and does not abuse it by cramming absurdly. ChatGPT, it helps you to outsource certain functions. Okay, it helps you
you know that the knowledge is there available to us whenever and wherever we want. So that, പണ്ടത്തെ മാതിരി ഇപ്പോൾ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ബ്രിട്ടീഷ് ലൈബ്രറി പോയി അവിടെ കിട്ടുന്ന പുസ്തകങ്ങൾ കുത്തിയിരുന്ന് വായിച്ചാൽ മാത്രമേ ഇൻഫർമേഷൻ കിട്ടൂ എന്നുള്ള അവസ്ഥ പോയി. ഇറ്റ് ഹാസ് ഡെമോക്രാറ്റൈസ്ഡ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പം ദാറ്റ്സ് എ ബിഗ് റിലീഫ്. ബട്ട് ദെൻ യു ഹാവ് ടു, if you can think, don't chat. If you can reflect, don't chat. Use that time to reflect. ലാൻഡോവിനെ കുറിച്ച്, ലാൻഡോവിന്റെ ലക്ഷ്യത്തിന്റെ തുടക്കത്തിൽ ലാൻഡോവിന്റെ ഒരു ചെറിയ ബയോഗ്രാഫി. ലാൻഡോവിനെ കുറിച്ച് പറയുന്നൊരു കഥ, ലാൻഡോവിന്റെ അടുത്ത് ഒരു പുതിയ പേപ്പർ കൊണ്ട് പോയി കഴിഞ്ഞാൽ he just looks at abstract and see what they're planning to do, right? Then he keeps the paper away and try to do it yourself. So that kind of discipline, if you can inculcate in students and in ourselves, this will be a very powerful tool. Otherwise, it will become another digital trap. Okay, so I think I'll stop here. So I'll again give a couple of quotes. One is from Harry Potter, Kuttiyalude Pusthakathil. Never trust anything that can think for itself if you can't see where it keeps its brain. In Bill Watterson, one of the most creative cartoonists, intelligence. Sometimes I think the surest sign that intelligent life exists elsewhere in the universe is that none of it has tried to contact us. Okay, so I thank Hari Krishnan and I thank Dr. Deepu Vijayasenan, our resident AI expert here in campus. So with this, I think I'll stop. These are some references. രണ്ട് ചെറിയ കാര്യങ്ങൾ ചോദിച്ചോട്ടെ? Yes. സപ്പോസ് ഞാനും ഇപ്പൊ വേറെ ഒരാളും നെയ്ബറും ഒരു ചോദ്യം ചോദിച്ചു, അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ആൻസർ ഒന്നായിരിക്കുമോ? ആവണമെന്നില്ല. You can also ഒരു പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് you can ask it to regenerate the answer. It will give you different. അല്ലല്ല, ഞാൻ ആദ്യം രണ്ടുപേര് ഇപ്പൊ അടുത്ത മുറിയിൽ നിന്ന് വേറൊരാള് ചോദിക്കും, കുറച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ at the same time you get the same answer. It may not give the same answer. I haven't checked it myself, but it will give the same. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് കുറെ ക്ലോണുകൾ എന്താ പറയാ, മൊത്തം ഈ ലോകത്ത് ഒരു കാര്യത്തെ പറ്റിയുള്ള ആൻസർ എല്ലാവരും ഒന്നായി കഴിഞ്ഞാലേ അത് ഒരു വെറൈറ്റി ഇല്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ അതെ, it is a real danger that less creative. ഒന്നും കൂടി ചോദിച്ചിട്ട് നിർത്താം. ഇത് ശരിക്കും ആരെങ്കിലും ഒരാൾ പ്രോഗ്രാം ചെയ്തായിരിക്കുമല്ലോ, അല്ല whatever, some people. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ഇപ്പോ ഉള്ള പ്രോഗ്രാമിങ്ങിലെല്ലാം കളക്ട് ഡാറ്റ അതിനെ പ്രോസസ് ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടുന്നതാണ്. അതല്ലാതെ ഇതിൽ എക്സ്ട്രാ തിങ് എന്തെങ്കിലും ഉണ്ടോ ഈ പ്രോഗ്രാമിംഗിൽ? I do not know about the programming part. All I know is that it's maybe my friend can, I don't know, very scared. പറഞ്ഞ മനസ്സിലായില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് അതിന്റെ വർക്കിംഗ്, അതായത് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, ഇത്രയും കാര്യങ്ങളാണ്. ന്യൂറൽ നെറ്റ്വർക്ക്, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഇതാണ് ChatGPTയുടെ പിറകിൽ നിന്ന് അറിയാനല്ലാതെ ഹൗ എക്സാക്ട്ലി. അപ്പൊ സമയം കാലം കഴിയുന്നതോറും ഇതെല്ലാം റിഫൈൻ ചെയ്യാനുള്ള ഇതുണ്ട് അല്ലേ? റിഫൈൻ ചെയ്യില്ല, ഇറ്റ് വിൽ ഇംപ്രൂവ്. ബട്ട് ദ ട്രെയിനിങ്, the machine learning programs it depends on the data on which it is trained. So machine learning kuറിച്ച് പറയുകയാണെങ്കിൽ I don't know whether I should get into that. I don't have a good grasp on it, but it's something like this. ഇതിന്റെ വളരെ ബേസിക് ലെവലില് ഉദാഹരണത്തിന് you have അതിനെ പഠിപ്പിച്ചെടുക്കാൻ വെച്ചു. So you want to train a computer to recognize number 1. അപ്പം കമ്പ്യൂട്ടർ എന്താ വെച്ചാൽ യു ഫീഡ് ഇറ്റ് എ ലോട്ട് ഓഫ് നമ്പേഴ്സ്, എന്നിട്ട് 1 വരുമ്പം ഇതാണ് 1 എന്ന് പിന്നെ അത് എങ്ങനെയെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് ബേസിക്കലി കാൽക്കുലേറ്റിംഗ് എ ഫംഗ്ഷൻ
inside it, and if the function matches some preconceived function, it will say yes, and if it doesn't, it will say no. Function you can fix number of parameters. Machine learning algorithm എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ yes എന്ന് പറയുമ്പോൾ ആ parameters ചെറുതായിട്ട് ട്യൂൺ ചെയ്ത് okay, this parameter should be this. വേറൊരു സാധനം no പറയുമ്പോൾ okay, this parameter need to be changed. അപ്പൊ അങ്ങനെ parameters fix ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ next time you give a new data, it will try to compare with that function and say yes or no. ഇങ്ങനെയാണ് roughly, this is my idea. But this is what is called supervised learning, and they have improved it since then. Okay. It will keep learning, and its learning capabilities will change depending on the number of parameters and the training data. ChatGPT ഇപ്പോഴത്തെ മോഡൽ ട്രെയിൻ ചെയ്തിരിക്കുന്നത് 2021 വരെ വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ടാണ്. So it cannot access paid journal articles. It cannot access paid newspaper or paid magazine articles. അപ്പോൾ ഈ ഫ്രീ ഡാറ്റേന്റെ മുകളിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. So if you can train it up to date, update it regularly, it will improve. And you can, if you have more computing power, you can parameters increase. So it can keep improving itself. Okay, thank you. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്നതിന് ഒരുപാട് പവർഫുൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ സപ്പോസ് കോപ്പർനിക്കസിന്റെ കാലത്ത് ChatGPT ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ടോളമിയുടെ മോഡൽ വെച്ചിട്ടുള്ള ഒരു അനാലിസിസിലാണ് ChatGPT നിൽക്കുക. കോപ്പർനിക്കസ് തിങ്ക് ചെയ്തു പോലെ ഒരു അനലിറ്റിക്കൽ മൈൻഡോടെ വർക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു മോഡൽ പ്രൊപ്പോസ് ചെയ്യാനായിട്ട് ChatGPTക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും. പിന്നെ ടീച്ചർ പറഞ്ഞ പോയിന്റ് ഞാനും മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അത് എക്സിസ്റ്റിംഗ് ഡാറ്റയിലുള്ള പാറ്റേൺസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് മനുഷ്യരെക്കാട്ടും നന്നായിട്ട് കണ്ടുപിടിക്കാൻ അതിന് പറ്റും. ഓക്കെ, സോ ഓഫ് കോഴ്സ് ഹ്യൂമൻ ബ്രെയിനിലുള്ള പല കേപ്പബിലിറ്റീസും, അതായത് ഹ്യൂമൻ ബ്രെയിനിന്റെ ഇമോഷൻസ്, പിന്നെ കാസ്പറോവ് തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഇന്റൻഷനാലിറ്റി, ഹ്യൂമൻ നമ്മുടെ ആക്ഷൻ ഇന്റൻഷനോടെ ചെയ്യുന്നതാണ്. When I play chess, I want to play chess and I want to beat you. കമ്പ്യൂട്ടറിന് അങ്ങനെയൊന്നുമില്ല. സോ കാസ്പറോവ് പറയുന്നത്, എന്നെ തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഡീപ് ബ്ലൂ റിട്ടയർഡ്, ഇനി അതിനെ ഏതെങ്കിലും മ്യൂസിയത്തിൽ കൊണ്ടെടുക്കാൻ കൊള്ളാം, കാരണം ബിക്കോസ് ഇറ്റ് വാസ് മെയ്ഡ് ടു ബീറ്റ് മീ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ടൈം ഐ വെന്റ് ആൻഡ് സ്ലെപ്റ്റ്, നെക്സ്റ്റ് ഡേ ഐ വെന്റ് ടു മൈ activities. But computer its purpose is done, it's gone. Of course you cannot compare it with humans, but what humans cannot do, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ടാസ്കുകൾ ഇതിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. Of course human brain will have, as of now, will have lots of advantages. എന്ന് മാത്രമല്ല, ChatGPT ഒരു ഹ്യൂമൻ ക്രിയേഷൻ ആണ്. It's not our rival, it's what we have made. I don't know if that was your question, but these are, from the creation point of view ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഹ്യൂമൻസ് ഇപ്പൊ ഇതുവരെയുള്ള ഡെവലപ്മെന്റ് വെച്ചിട്ട് ChatGPTയെക്കാളും തീർച്ചയായിട്ടും മുമ്പിൽ നിൽക്കുന്നത് മനുഷ്യരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതെന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അതിലുള്ള നോളജ് വളരെ പരിമിതമാണ്, ഞാനും യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിയ ഒരു കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ഐഡിയ ഇട്ടുകൊണ്ട് നമ്മൾക്ക് ഒരു സാധനം ഉണ്ടാക്കാനൊക്കെ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മളുടെ ഒരു റോൾ മാറ്റുമ്പോൾ അത് വളരെയധികം ഡ്രൈ ആവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ ജുഡീഷ്യസ്ലി നമ്മളത് ഉപയോഗിക്കണം. താങ്ക് യു. Google's Bard is also doing the same thing. Yeah, I think the Google Bard is there. Working on the same line based on free data and like that. Yeah, I think I haven't used it. I just heard that it is there. I've read a comparison somewhere saying that ചില ആളുകൾ ചില ചോദ്യം ഗൂഗിൾ ബാർഡിനോടും ChatGPTയോടും ചോദിച്ചു, ചില ട്രാൻസ്ലേഷൻസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ ChatGPTയിലാണ് മുന്നിൽ നിൽക്കുന്നത്. But I haven't used it myself. ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇന്നലെ മെന്നാന്ന് ഹിന്ദുവിൽ വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് നോട്ട് ഈസി ടു ഡെവലപ്പ് ദീസ് കൈൻഡ് ഓഫ് AI മോഡൽസ് because they are very, very expensive, prohibitively expensive.
അതിന്റെ കമ്പ്യൂട്ടിംഗ് പവറും അതിന്റെ ഇലക്ട്രിസിറ്റിയും പിന്നെ അതിന് വേണ്ട ഡാറ്റയും എല്ലാം ഇറ്റ്സ് വെരി വെരി എക്സ്പെൻസീവ്. ചെറിയ കമ്പനികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Thank you, Shahjahan. It was very nice Thanks. listening to you. യഥാർത്ഥത്തിൽ മനുഷ്യന് മുകളിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, ഒരു യന്ത്രത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്ന തിയറംസ് തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഗോഡൽ തിയറം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സാറിന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും. എനിക്ക് വലിയ ധാരണയില്ല അതിനെക്കുറിച്ച്. സാറിന് പറയാൻ പറ്റും വിജയകുമാർ സാറിന്? അല്ല, ഗോഡലിന്റെ ഒരു തിയറം ഇങ്ങനെ ഫിനൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന ഒരു യന്ത്രത്തിന് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള അങ്ങനെ ഒരു യന്ത്രത്തിന് മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയില്ല, മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ എപ്പോഴും മുന്നിൽ നിൽക്കും എന്ന് തെളിയിക്കുന്ന ഒന്നാണ്. അതാണല്ലോ ഹിൽബർട്ടിന്റെ പഴയ പദ്ധതിയെ പൊളിച്ചു കളയുന്നത്. ഹിൽബർട്ട് മുഴുവൻ മാത്തമാറ്റിക്സിനെയും പൂർണ്ണമായിട്ട് ഒരു പദ്ധതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഹിൽബർട്ടിന്റെ പദ്ധതിയെ പൊളിക്കുന്നത് ഗോഡലിന്റെ ആ തിയറമായിരുന്നു എന്നാണ് എനിക്ക് എന്റെ തോന്നൽ. ഓക്കെ, അത് ശരിയായിരിക്കും. എനിക്ക് അതിനെ കുറിച്ച് പിന്നെ അത്ര ധാരണയില്ല. എന്തായാലും ഞാൻ പറയുന്നത് there is no rivalry now. There is a rivalry. There are concerns that it will lead to concern അല്ല. ChatGPT വന്നപ്പോൾ തന്നെ ഒരുപാട് കമ്പനികൾ ആളുകളെ പിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുണ്ട്. So but there is no rivalry as such on the intellectual plane now, as I understand it. But there are lots of discussion, interesting philosophical discussion on the nature of intelligence. Look into that, that gets more interesting now with ChatGPT on the scene. ഇതിന്റെ പക്ഷെ ഒരു പ്രധാന പ്രശ്നം അത് ഷാജഹാൻ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. എങ്കിൽ തന്നെയും മനുഷ്യന്റെ ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ യന്ത്രം നേടുന്ന കഴിവുകൾ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ചരിത്രമുണ്ട്. പല കഴിവുകളും അങ്ങനെ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമുക്ക് നമ്മളുടെ കരകൗശല വ്യവസായം പോലുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ChatGPT പോലുള്ള അല്ലെങ്കിൽ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു മെഷീൻ വരുന്നതോടുകൂടി സാധാരണ മനുഷ്യൻ പ്രത്യേകിച്ച് കൂടുതൽ അലസരാകുകയും മറ്റൊരു രീതിയിൽ മനുഷ്യന്റെ ശേഷികൾ ഇല്ലാതാവുകയും അത് വേറൊരു രീതിയിൽ അടിസ്ഥാനപരമായ അണ്ടർസ്റ്റാൻഡിങ്സ് ഇല്ലാത്ത ഒരു സമൂഹത്തെയും ജനതയെയും സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഷാജഹാൻ തന്നെ ചില കാര്യങ്ങൾ പറയുണ്ടായി. നമ്മളിതിനെ വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ള കാര്യം പറയുണ്ടായി. അതങ്ങനെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും പറയുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെയും ഇതിന് വളരെ നെഗറ്റീവായിട്ടുള്ള ചില ഇമ്പാക്ട്സ് ഉണ്ടായേക്കാം എന്നുള്ളൊരു സന്ദേഹമുള്ള ഒരാളാണ് ഞാൻ. അല്ല സാറേ, ഞാൻ ഇന്റർവ്യൂ ചെയ്തോട്ടെ ഒന്ന്? ഹലോ, അത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ അഗ്രികൾച്ചറൽ റെവല്യൂഷൻ തുടങ്ങിയതോടെ തന്നെ മെജോറിറ്റി ആളുകൾക്കും അവരുടെ സ്കില്ലുകൾ നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഹണ്ടർ ഗാദറർ സ്റ്റേജിലാണെങ്കിൽ എല്ലാവർക്കും സ്വന്തം ഭക്ഷണം തേടാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലൈസേഷനിൽ പോകുമ്പോൾ കുറെ പേരുടെ സ്കില്ല് കുറഞ്ഞു വരുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ വീണ്ടും കുറച്ച് ഒരു മിനിമം ഒരു ന്യൂനപക്ഷം ടെക്നോളജിക്കലി മുന്നേറുന്നു. ബാക്കിയുള്ളവര് അവര് കൊടുക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഒരു കാൽക്കുലേറ്റർ വന്നതോടെ നമ്മള് അല്ലാതെ കണക്കൂട്ടാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമായിട്ട് ഇതിനെ കണ്ടാ പോരെ? അതിലും വലിയൊരു മേജർ ബ്രേക്ക് ത്രൂ എന്ന് പറയാനുണ്ടോ? പോരാന്നാണ് അജിത് സാർ എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇന്റലക്ച്വൽ ഹിസ്റ്ററിയെ വളരെ ലീനിയർ ആയി കാണുന്നതിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
ശരിക്കും ലോക ചരിത്രത്തിൽ തന്നെ ചില നാഗരികതകൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു എന്ന് വെച്ചാൽ ഇതിനു മുന്നുള്ള ചില നാഗരികതകൾ അതിന്റെ ചില കഴിവുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് നശിച്ചു പോയിരുന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഇപ്പൊ നമ്മൾ നമ്മളുടേതായിട്ടുള്ള പഴയ നാഗരികതകളെ കുറിച്ച് പറയുമ്പോൾ ഏതൊക്കെ നാഗരികതയ്ക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കൊരു രേഖകളൊന്നുമില്ല. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അടിസ്ഥാനങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം പോകുന്ന ഒരു റവല്യൂഷൻ ഒരു പോസിറ്റീവായിട്ടുള്ള റവല്യൂഷൻ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിരാശാവാദത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. മനുഷ്യന് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സന്ദേഹങ്ങൾ തന്നെയാണ് ശാസ്ത്രീയമായ എല്ലാ മുന്നേറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് സന്ദേഹിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് തന്നെ ഞാനിതിനെ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു വലിയൊരു കൺസേൺ ആണത് എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇതൊരു എളുപ്പ വഴിയാണ്. സ്റ്റുഡൻസ് വിൽ ടെൻഡ് ടു യൂസ് ഇറ്റ്, then there is a real danger, സാർ പറഞ്ഞ പോലെ. സോ അല്ല, അത് അത്ര അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾക്ക് അല്ലാതെ റിസോഴ്സസ് പലതും ഓൾറെഡി അവൈലബിൾ അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ചുകൂടി എളുപ്പത്തിൽ അത് ഗ്യാദർ ചെയ്ത് കൊണ്ടു കൊടുക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നൊന്ന് അതിന്റെ ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പലതും എടുത്തു നോക്കി. ഒന്നിപ്പം ബർണാഷയുടെ സ്റ്റൈലിൽ ഒരു 1 act പ്ലേ എഴുതാൻ പറഞ്ഞാല് അത് എഴുതും, പക്ഷെ അതിൽ യാതൊരു എന്താ പറയാ ഒരു ബർണാഷയുടെ ഒരു ആ സ്റ്റൈല് സെന്റൻസ് മാത്രമല്ല, അതിനകത്ത് ഒന്നുമില്ല. നമ്മൾ എത്ര തവണ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഒന്നുമില്ല അതിനകത്ത്. അപ്പൊ അതൊരു എന്താ പറയാ അത്ര വലിയൊരു പക്ഷെ അതിന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ ഡ്രാഫ്റ്റിങ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അത് വളരെ സക്സസ്ഫുൾ ആണ്. പിന്നെ ബാഡുമായിട്ടുള്ള കമ്പാരിസൺ നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ ഇപ്പൊ ട്രാൻസ്ലേഷനിൽ ഞാൻ നോക്കിക്കോ, ChatGPT തന്ന ആൻസർ ഒന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ദയനീയമാണ്, യാതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പക്ഷെ ഗൂഗിൾ ആ കാര്യത്തിൽ എത്രയോ ബെറ്റർ ആണ് ട്രാൻസ്ലേഷനിലൊക്കെ. അപ്പൊ അത് എനിക്കൊന്ന് ആ കോമ്പറ്റീഷൻ നിൽക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒന്നിലേക്ക് പോകുന്നതിലും നല്ലത് രണ്ടും കെടാകടയാവുന്നതായിരിക്കും ഒരു പക്ഷേ ബാക്കിയുള്ളവർക്ക് ലാഭം തോന്നുന്നു. സാറേ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാവേ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ പ്രോജക്ട് റിപ്പോർട്ട് ഒന്ന് പരിശോധിപ്പിച്ചപ്പോഴും പിള്ളേരെ സർട്ടിഫിക്കറ്റ് പോലും AI ഇല്ല ചെയ്തത്. അപ്പൊ അതിനകത്ത് അവര് വായിച്ചു നോക്കിയിട്ട് പോലും ഇല്ല, അവരുടെ പേര് വെറുതെ കൊടുത്തു. അപ്പൊ ഹിസ് ഓർ ഹേർന്ന് പോലും, അപ്പൊ ഒരു ചെറുക്കന്റെ പേരിനകത്ത് ഹേർന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിച്ചു നോക്കാൻ പോലും ഒരു ക്ഷമ ഇപ്പൊ എനിക്കൊന്നുമില്ല പിള്ളേർക്ക് ഉണ്ടെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറി പോയിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ എനിക്ക് ഈ ഐൻസ്റ്റീന്റെ ഒരു കോട്ടാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത്. ഐ ഫിയർ ദ ഡേ ടെക്നോളജി will surpass our human interactions and the world will have generations of idiots എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ തരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ചിന്തിക്കാൻ നമ്മളെ അലോ ചെയ്യുന്നില്ല. എനിക്കതിൽ ഞാനതിനെ കുറിച്ച് ആലോചിച്ചപ്പോ എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയത്, ടീച്ചേഴ്സല്ലേ നിങ്ങൾക്കും ആലോചിക്കാം, ഇതൊന്ന് നമ്മൾ സ്റ്റുഡൻസിനെ നേരിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അവരെ കൊണ്ട് ഇങ്ങനെ റിപ്പോർട്ട് എഴുതിക്കുക, എക്സാം എഴുതിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ചീറ്റ്. അതേസമയം നമ്മൾ അവരെ യു ഹാവ് മോർ ഓറൽ കമ്പണന്റ്, ലൈക്ക് കുറച്ച് കുട്ടികളെ വിളിച്ചിരുത്തുക, and we start discussing things, like instead of teaching relativity we ask them to come, അവരോട് പ്രിപ്പയർ ചെയ്ത് വന്ന് അവരായിട്ട് ഡിസ്കഷൻ മോഡിലേക്ക് പോകുമ്പം they'll be forced to, അവർക്ക് ChatGPT യൂസ് ചെയ്യാം, you encourage them to use, okay, but finally they have to come and present it and talk about it, right? You engage it directly. അപ്പൊ അങ്ങനെ ഒരു മോഡലിൽ ചിലപ്പം ഇതൊരു കുറെ കൂടെ അവർ യൂസ്ഫുൾ ആയിട്ട് നോക്കാൻ പഠിക്കും. അല്ലാതെ നമ്മളവരെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ they'll go for easy way. But if you ask them to intellectually engage with the content and come and convince you, then you will see the collaboration between the students and the ChatGPT. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ ഓറൽ കമ്പണന്റ്. ജർമ്മനിയിൽ പിന്നെ 10ാം ക്ലാസ് 11ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അവന്റെ എക്സാമിന്റെ പാർട്ട് വലിയൊരു വൈവാണ്.
it takes more than an hour ഒരു സബ്ജക്റ്റിൽ, and all teachers will be there. അപ്പം പിന്നെ he has to actually go very deep into the subject and it will go like a conversation. അപ്പൊ അവൻ ഭയങ്കര worried ആയിരുന്നു ആ സമയത്ത്. And we don't have that type of a component here because we don't engage intellectually directly with them. നമ്മൾ അവർക്ക് lecture കൊടുത്തു പോവും, നമ്മൾ അവർക്ക് assignment കൊടുത്ത്, then we just correct the assignment. So if you have to move to a model of education where they learn to collaborate with this technology, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര മോറൽ കമ്പോണൻസ് കൂടുന്നുള്ള ഒരു വഴിയെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കോൺഫ്ലിക്റ്റ് വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒരു ഭാഗത്ത്, ഇപ്പൊ ChatGPT പോലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നവരുടെ ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്, രണ്ടാമത് നമ്മുടെ എഡ്യൂക്കേഷൻ മോഡലിന്റെ ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. ബിക്കോസ് നൗ വി ആർ നമ്മുടെ കൺസ്യൂമർ റിലേഷൻഷിപ്പ് ആണ്. കൺസ്യൂമർ എന്താണ്, നമ്മൾ ലെക്ചർ ഡെലിവർ ചെയ്യുന്നു, ദേ ആർ കൺസ്യൂമേഴ്സ് ആൻഡ് വി ഹാവ് ടു ഡെലിവർ ടു ദ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ ഒരു മോഡലിലാണ് ഇതൊരു കോൺഫ്ലിക്റ്റിൽ വരുന്നത്. സോ ഇഫ് യു ക്യാൻ സംഹൗ ചേഞ്ച് ദാറ്റ് മോഡൽ, then it might be more, I think it will have tremendous potential in that case. ഇനി കൂടുതൽ കമന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഷാജഹാൻ, താങ്ക്സ് ഫോർ ദ വെരി ഗുഡ് പ്രസന്റേഷൻ. ഷാജി സർ, ഷാജി സാർ ഇല്ലേ അവിടെ? ഞാൻ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഷാജഹാൻ സാറിന്റെ പ്രസന്റേഷൻ, ഓക്കെ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഷാജഹാൻ സാറിന്റെ പ്രസന്റേഷനും ഒപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആനുവൽ ജനറൽ ബോഡിയുടെ ഒരു കൺക്ലൂഡിങ് പാർട്ട് എന്ന നിലയ്ക്കും എല്ലാവർക്കും ഒരു വോട്ട് ഓഫ് താങ്ക്സ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു ജോൺസ് ടീച്ചറെ ക്ഷണിക്കുന്നു. ടീച്ചർ. താങ്ക് യു സർ. അപ്പം respected chief guest of the day, Dr. K Shajahan sir, respected office bearers, executive members, honorary members, program coordinators and all participants. നമ്മളൊരു മണിക്കൂറായിട്ട് നമ്മള് ChatGPTയെ പറ്റി കേൾക്കുമായിരുന്നു. അതിന്റെ ഇന്റർഫേസിനെ പറ്റി സാർ വളരെ ലളിതമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു. വാട്ട് ഐ കൻ ഡു വിത്ത് ഇറ്റ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ എനിഹൗ വി കനോട്ട് ഗോ അവേ വിത്ത് ഇറ്റ്, അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. Whatever technology is happening in the market, we have to know about it. എന്നാലേ നമുക്ക് നമ്മളെ ചീറ്റ് ചെയ്യാതിരിക്കാനും നമുക്ക് അതിൻ്റെ ഉള്ള പ്രതിഫലം നമുക്ക് എടുക്കുകയും ചെയ്യാവുന്ന രീതിയിൽ വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും. പണ്ടൊരിക്കൽ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു ആൻസൈറ്റി ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പം അത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ഒരു ലെക്ചർ വളരെ ഭംഗിയായിട്ട് ഷാജൻ സാർ നമ്മളോട് എടുത്തു. വളരെ ലളിതമായിട്ടുള്ള കോഡ്സും ഒക്കെ വെച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാറേ. വളരെ നല്ല ഒരു സെഷൻ ആയിരുന്നു. ആൻഡ് വി ആർ വെരി താങ്ക്ഫുൾ ടു യു ഓൺ ബിഹാഫ് ഓഫ് APT and all the members present here. I extend my gratitude to you, sir. Next, I would like to thank all the office bearers and all the participants here for participating in the session, in the general body meeting. And also I take this opportunity to acknowledge our past president, Dr. Shaju KY, for his phenomenal work, ethic and dedication shown to APT to keep the flag of this great professional organization flying. Wholehearted gratitude to you, sir. I would also like to thank all the office bearer, executive members, honorary members, and all the members for the active participation. To conclude,
I wish to assure all of you that with the support of all the past presidents and seniors, along with office bearers and executive committee support, supported by various subcommittee and honorary members, we would perform and deliver our best in the year ahead. The year എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ ജൂബിലി ആണ്. I know I am not that but then I have the support of many of you so that we can do something for the silver jubilee. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യം ഉത്ഭവിച്ച് ഞങ്ങളുടെ ബസേലിയസ് കോളേജിൽ നിന്നാണ്. അപ്പൊ അതിനൊരു ഡെലിക്കസി എനിക്കുണ്ട്. ലൈക്ക് സോ ദാറ്റ് ഇസ് വൈ ഐ ഹാവ് conducted with this. Be proud to say that APT is doing very much good things. It is going in a really in a good level with the support of all the members here. And thank you all once again for giving me the opportunity to serve as the president of our Academy of Physics Teachers. Thank you very much. Thank you, madam. So, with the permission of the President Dr. Shaji sir here, let me say that today's annual general body meeting is concluded. Thank you. Thank you.